Boche Gold and Diamonds. Buy now, pay later. ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി. സഭയുടെ പരിധിയിൽ വരുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഷൊർണൂർ എംഎൽഎ പി മമ്മിക്കുട്ടി യോഗത്തിനെത്തിയിരുന്നു. അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന തെരുവുനായ് ശല്യം, വള്ളുവനാട് ആശുപത്രി, RS റോഡ്, ചെർപ്പളശ്ശേരി റോഡ് എന്നിവിടങ്ങളിലെ അനധികൃത പാർക്കിംഗ് തടയാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം പോലീസ് നല്ല രീതിയിൽ അവരുടെ സേവനം നടത്തുന്നുണ്ടെങ്കിലും പല കേസുകളിലും സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങേണ്ട അവസ്ഥയുണ്ട്. ഇത് ഒഴിവാക്കാൻ നടപടി വേണം. താലൂക്ക് യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി സ്ഥിരമായി പങ്കെടുക്കാത്തതിനെ ചൊല്ലി രൂക്ഷമായ വിമർശനമുയർന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി, വിവിധ സംഘടനാ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നന്നായി നടക്കരുത്, ആ ചീത്തപ്പേര് എന്ത് ചെയ്യണം, ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ചില ആസൂത്രിത ശ്രമങ്ങളാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. HMC തീരുമാനിച്ച, അല്ലെങ്കിൽ HMCയിൽ വിളിച്ചിട്ട് മറുപടി പറയണം, എന്റെ കാരണം കൊണ്ട് കഴിയില്ല, ഇത് നിയമിക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ. അത് പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. ഇത് വിശദമായി HMC ചർച്ച ചെയ്താണ്. എംപ്ലോയ്മെന്റ് വന്നാൽ എന്താണ്, അല്ലെങ്കിൽ താൽക്കാലിക ജീവനക്കാരെ വെച്ചാൽ എന്താണെന്നുള്ള വിഷയം വിശദമായി ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചതാണ്. അവർ തിരിച്ചെടുക്കണമെന്ന് തീരുമാനിച്ചതാണ്. താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് നടക്കുന്നുണ്ട്. അതിന്റെ അപേക്ഷകൾ പൊതുജനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഓൺലൈനായിട്ടും സമർപ്പിക്കാം. താലൂക്ക് ഹൗസിൽ ഇതിനായിട്ട് അപേക്ഷ സ്വീകരിക്കാൻ വേണ്ടി പ്രത്യേക കൗണ്ടർ സംവിധാനം ഈ ഡിസംബർ 6 മുതൽ 13 വരെ താലൂക്ക് ഹൗസിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം എല്ലാവരും പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം. അതുപോലെ ഈ അപേക്ഷ താലൂക്ക് ഹൗസിൽ കൊണ്ടുവരുമ്പോൾ സ്വന്തമായിട്ടുള്ള ഫോൺ കൊണ്ടുവരണം, ഫോണുമായിട്ട് വരണം. കാരണം അതിൽ വരുന്ന OTP വന്നിട്ടാണ് ഇത് ലോഗിൻ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നീട് അവർക്ക് അത് പ്രോസസ്സ് ഫോളോ അപ്പ് നടത്തണമെങ്കിലും ഈ OTP നിർബന്ധമാണ്. OTP വരുന്ന ഫോൺ നമ്പർ നിർബന്ധമാണ്. അതുകൊണ്ട് അതുമായിട്ട് വരണം. അതിൽ പരാതി സമർപ്പിക്കാവുന്ന 21 വിഷയങ്ങളുണ്ട്, പരിഗണിക്കുന്ന വിഷയങ്ങൾ. ആ വിഷയങ്ങൾ സംബന്ധിച്ച് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അതേപോലെ പരിഗണിക്കാനും പറ്റാത്ത 7 വിഷയങ്ങളുണ്ട്, അതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ആ കാര്യങ്ങളൊന്നും പൊതുജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കണം.